Good morning, Miss. Good morning, friends. My topic is optimal currency area. An optimal currency area is a geographical area in which a single currency would be create the greatest economical benefit. ഒപ്റ്റിമൽ കറൻസി എന്ന് പറഞ്ഞാൽ ഒരു ജിയോഗ്രഫിക്കൽ ഏരിയ ആണ്. അവിടെ സിംഗിൾ കറൻസി എന്നത് ക്രിയേറ്റ് ചെയ്യുന്നത് ഗ്രേറ്റസ്റ്റ് ഇക്കണോമിയുടെ ബെനിഫിറ്റിനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. While traditionally each country has maintained its own separate and national currency, and work by Robert Mundell in the 1916 theorized that this might not be the most efficient economical arrangement. ഓരോ കൺട്രിയും സ്വന്തമായിട്ട് അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നാഷണൽ കറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ 1960 റോബർട്ട് മുണ്ടേലിൻ്റെ വർക്ക് പറയുന്നത് അതായത് ഒരു കൺട്രി സ്വന്തമായിട്ട് സെപ്പറേറ്റഡ് ആയിട്ട് നാഷണൽ കറൻസി മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഇതൊരു മോസ്റ്റ് ഇക്കണോമിക്കൽ അറേഞ്ച്മെൻ്റ് അല്ല എന്നാണ് റോബർട്ട് മുണ്ടേൽ പറയുന്നത്. In a particular country that share the strong economical ties may benefit from a common currency. This allows for closer integration of capital market and facilitated trade. However, a common currency results in a loss of each country's ability to direct physical and monetary policy intervention to stabilize the individual economy. കൺട്രിയിൽ ഒരു സ്ട്രോങ് ഇക്കണോമിക്കൽ ടൈസ് ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊരു ബെനിഫിറ്റാണ്, കോമൺ കറൻസിയിൽ നിന്നുള്ളൊരു ബെനിഫിറ്റാണിത്. ഇത് ട്രേഡിനെ ഫെസിലിറ്റി ചെയ്യാനും ഒരു ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻ്റഗ്രേഷന് വേണ്ടിയിട്ട് അലോ ചെയ്യുന്നു. ഒരു കോമൺ കറൻസിയുടെ റിസൾട്ട് എന്ന് പറയുന്നത് ഒരു കൺട്രി അതിൻ്റെ എബിലിറ്റി ഇല്ലാതാക്കാൻ, എന്തിനുള്ള എബിലിറ്റിയാണ്, ഇൻഡിവിജ്വലിൻ്റെ ഇക്കണോമി സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിസിക്കൽ മോണിറ്ററി പോളിസി ഡയറക്റ്റ് ചെയ്യാനുള്ള കൺട്രീൻ്റെ എബിലിറ്റി കുറയും. ഇതാണ് ഒരു കോമൺ കറൻസിയുടെ റിസൾട്ട് എന്ന് പറയുന്നത്. An optimal currency area is a geographical area over which a single unified currency will provide the best balance of economical of scale to the currency and efficiency of effectiveness of macroeconomical policy to promote growth and stability. അതായത് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്രോ ഇക്കണോമിക് പോളിസി അതിൻ്റെ എഫക്റ്റീവ്നെസ്സിലേക്കും ബെസ്റ്റ് ബാലൻസും ഇക്കണോമിക്കൽ സ്കെയിൽ പ്രൊവൈഡ് ചെയ്യുന്നു. യൂണിഫൈഡ് കറൻസി പ്രൊവൈഡ് ചെയ്യുന്ന ബെസ്റ്റ് ബാലൻസും ഇക്കണോമിക്കൽ സ്കെയിലിനെ എന്തിലേക്കാണ്, ടു ദ കറൻസിയിലേക്കും എഫക്റ്റീവ്നെസ് ഓഫ് മാക്രോ ഇക്കണോമിക്കൽ പോളിസി ഇതുവഴി എന്തായിരിക്കും ഗ്രോത്തും സ്റ്റെബിലിറ്റിയും പ്രൊമോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ പോയിൻ്റാണ് ഇക്കണോമിസ്റ്റ് റോബർട്ട് മുണ്ടൽ ഫസ്റ്റ് ഔട്ട്ലൈറ്റ് ദ ക്രൈറ്റീരിയ ഫോർ ആൻ OCA which are based on the degree of integration and similarity between the economies. OCയിലേക്ക് വേണ്ടിയിട്ട് ക്രൈറ്റീരിയ ഫസ്റ്റ് ഔട്ട്ലൈറ്റ് ചെയ്തത് ഇക്കണോമിസ്റ്റ് ആയിട്ടാണ് റോബർട്ട് മുണ്ടേലാണ്. ഇക്കണോമിക്സ് തമ്മിലൊരു സിമിലാരിറ്റി ബേസ്ഡ് ചെയ്തിട്ടായിരിക്കും ഡിഗ്രി ഓഫ് ഇൻറ്റഗ്രേഷൻ ബേസ് ചെയ്തിട്ടുണ്ടാവുക. OCയുടെ Euro is an example of application of OCA through the events such as the Greek debit crisis have put this to the test. അതായത് OCയുടെ ആപ്ലിക്കേഷൻ്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്, യൂറോ എന്ന് പറയുന്നത്. അതാണ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്റ്റിമൽ കറൻസി ഏരിയ. In 1961, Canadian economist Robert Mundell publishes the theory of optimal currency area with an stationary expectation, and he outlined the criteria necessary for a region to qualified as an optimal currency area. 1964 കനേഡിയൻ ഇക്കണോമിസ്റ്റ് ആയിട്ടുള്ള റോബർട്ട് മുണ്ടേൽ പബ്ലിഷ് ചെയ്ത ഒരു തിയറിയാണ് എന്ത്, ഒപ്റ്റിമൽ കറൻസി ഏരിയ. ഈ മോഡലിൻ്റെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് അസമെട്രിക് ഷോക്സ് OCയുടെ ബെനിഫിറ്റിനെ അണ്ടർമൈൻ ചെയ്യുന്നു. അവിടെ ലാർജ് അസമെട്രിക് ഷോക്സ് കോമൺ ആണെങ്കിൽ അല്ലെങ്കിൽ OCയിലേക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിൽ സിംഗിൾ കറൻസിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഷോക്സ് നെഗറ്റീവ് എഫക്റ്റ് ഡീൽ ചെയ്യുന്നു ആയിട്ട് കൂടുതൽ എന്തായിരിക്കും, അപ്പോൾ നെഗറ്റീവ് എഫക്റ്റ് ഡീൽ ചെയ്യാനായിട്ട് എന്തായിരിക്കും കൂടുതൽ സൂട്ടബിൾ ആയിരിക്കും. അപ്പോൾ അവർക്കൊരു ഫ്ലോട്ടിംഗ് എക്സ്ചേഞ്ച് റേറ്റ് ആയിട്ടുള്ള സെപ്പറേറ്റഡ് കറൻസിലേക്ക് കൂടുതൽ സൂട്ടബിൾ ആകും. അപ്പോൾ ഈ നെഗറ്റീവ് എഫക്റ്റ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴാണ് ലാർജ് അസമെട്രിക് ഷോക്സ് കോമൺ അല്ലെങ്കിൽ OCയ്ക്ക് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നില്ലെങ്കിലാണ് അങ്ങനെ സംഭവിക്കുന്നത്. And according to Mundell, there are the four main criteria for an optimal currency area: higher labor mobility through the area, labor mobility easy labor mobility including lowering administration barriers such as the visa free travel, and cultural barriers such as a different language, and institutional barriers such as restricted on the remittance of the pension on the government benefited. ലേബറിൻ്റെ മൊബിലിറ്റി ഈസിയാക്കാൻ
ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നതാണ് എന്ത്, അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയർസ് കുറയ്ക്കുക, ലോവറിങ് ചെയ്യുക. അതായത് അവിടെ പറയുന്നത് ഉദ്ദേശിക്കുന്നത് സച്ച് ആസ് ദ ഫ്രീ ട്രാവൽ എന്ന് പറയുന്നത്. പിന്നെ കൾച്ചറൽ ബാരിയർസ് കുറയ്ക്കുന്നു, അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയർസും കുറയ്ക്കുന്നു. അപ്പോൾ ലോവറിങ് അഡ്മിനിസ്ട്രേറ്റീവ് ബാരിയർസ് ആൻഡ് കൾച്ചറൽ ബാരിയർസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാരിയർസ്. പിന്നെ പെൻഷൻ്റെ റെമിറ്റൻസിലൊക്കെ റെസ്ട്രിക്ഷൻസ് വരുത്തുന്നു. രണ്ടാമത്തെ പോയിന്റാണ് ക്യാപിറ്റൽ മൊബിലിറ്റി, പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിലിറ്റി. ദിസ് എൻഷുർ ദാറ്റ് ക്യാപിറ്റൽ ആൻഡ് ലേബർ വിൽ ബി ഫ്ലോ ബിറ്റ്വീൻ ദ കൺട്രീസ് ഇൻ OCA ആൻഡ് അക്കോർഡിംഗ് ടു ദ മാർക്കറ്റ് ഫോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് ടു ദ ഡിസ്ട്രിബ്യൂട്ട് ദ ഇമ്പാക്ട് ഓഫ് ഇക്കണോമിക്കൽ ഷോക്സ്. ക്യാപിറ്റലിൻ്റെ മൊബിലിറ്റി ആൻഡ് ദ പ്രൈസ് ആൻഡ് വേജ് ഫ്ലെക്സിബിലിറ്റി ഇത് ഉറപ്പാക്കുന്നത് OCAയിലെ കൺട്രീസ് തമ്മിലുള്ള ലേബറിലും ക്യാപിറ്റലിന് ഫ്ലോ ഉണ്ടാകുന്നു. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ മാർക്കറ്റ് ഫോഴ്സ് അനുസരിച്ചാണ് ക്യാപിറ്റലും ലേബറും തമ്മിൽ ഫ്ലോ ഉണ്ടാകുന്നത്. A currency risk sharing or physical mechanism to share the risk across the country in the OCA. This requires the transfer of money to region experiencing economic difficulty from the countries within the surplus. This may prove the politically unpopular in the higher performing region from which the taxes revenue will be transferred. അതായത് റീജിയൻസിലേക്ക് മണി ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ സർപ്ലസ് ആയിട്ടുള്ള കൺട്രീസിൽ നിന്ന് ഇക്കണോമിക്കൽ ഡിഫിക്കൽട്സ് എക്സ്പീരിയൻസ് ചെയ്തതായിട്ട് വരുന്നു. ഇനി എന്താണ്, ഇൻ ദി യൂറോപ്യൻ സബേർജിയൻ ഡെബിറ്റ് ക്രൈസിസ് ഓഫ് 2019-2015 is considered evident of the failure of European economies and monetary union to satisfy this criteria as an original EMU policy instituted enables the clauses and which is soon becoming evident as they unsustainable. 2019 മുതൽ 2015 വരെയുള്ള യൂറോപ്യൻ സവേർജിയൻ ഡെബ്റ്റ് ക്രൈസിസ് അത് കൺസിഡർ ചെയ്യുന്നത് യൂറോപ്യൻ ഇക്കണോമിക് ആൻഡ് മോണിറ്ററി യൂണിയൻ EMU ഫെയിലിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ ഒരു ഒറിജിനൽ EMU പോളിസി ആയിട്ടുള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള EMU ഫെയിലായി. അപ്പോൾ അതിൽ നിന്നുള്ളൊരു എവിഡൻ്റ് ആണ് എന്ത് 2009-ലും 2015-ലും യൂറോപ്യൻ സവേർജിയൻ ഡെബിറ്റ് ക്രൈസിസ് എന്ന് പറയുന്നത്. അതായത് EMU പോളിസി ആയിട്ടുള്ള ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള EMU ഫെയിലായി. അപ്പോൾ അതിനുള്ള ഒരു എവിഡൻ്റ് ആണ് എന്ത് 2019-ലും 2015-ലും യൂറോപ്യൻ സവേർജിയൻ ഡെബിറ്റ് ക്രൈസിസ്. ഇനി സിമിലർ ബിസിനസ് സൈക്കിൾ ആൻഡ് സൈക്ലിക്കൽ അപ്പ് ആൻഡ് ഡൗൺസ്. up and downs that are the asynchronous or at the least highly correlated across the country in OCA are necessarily, since the OCA is a central bank, will be by definition the implementation a unified monetary policy across the OCA to the offset economic recession and contain inflation. അതായത് സിമിലർ ബിസിനസ് സൈക്ലിക്കലിൻ്റെ അപ്പ് ആൻഡ് ഡൗൺസ് ഉയർച്ചയും താഴ്ചയും ഒരു അസിൻക്രോണമസ് ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൈലി കോറിലേറ്റഡ് ആണ്. OCAയിലെ കൺട്രീസിൽ എന്താ പറയുക, സൈക്ലിക്കൽ അപ്പ് ആൻഡ് ഡൗൺസ് അസിൻക്രോണമസ് ആണ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഹൈലി കോറിലേറ്റഡ് ആണെന്ന് പറഞ്ഞു. അസിൻക്രോണമസ് സൈക്ലിക്കൽ വുഡ് ബി എന്താണ് അൺഅവോയ്ഡബിൾ ആണ്, അതൊരിക്കലും എന്താ പറയുക അൺഅവോയ്ഡബിൾ ആണെന്നാണ് പറയുന്നത്. പിന്നെ unavoidable and mean that a uniform monetary policy will be end up and being counter-cyclical for some countries and pro-cyclical in another. ഇവിടെ മീൻ ചെയ്യുന്നത് യൂണിഫോം മോണിറ്ററി പോളിസി വിൽ ബി എൻഡ് അപ്പ് ആണ്. അത് ചില കൺട്രീസിൽ എന്തായിരിക്കും കൗണ്ടർ സൈക്ലിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ മറ്റു ചില കൺട്രിയിൽ പ്രോ സൈക്ലിക്കലും ആവും. Other criteria have been suggested by later economic research. A high volume of trade between the countries implies that there will be correspondingly high gain from the adoptions of the common currency in an OCA. However, a high volume of trade can also suggest the large comparative advantage and home market effects between the countries, either of which lead to heavy specialized industry between this country and more diversified production with the economies and limited specialization and division of labor across the country reduce the likelihood of a asymmetrical economical shocks.
And countries that are heavily specialized in certain goods that other countries do not produce will be voluntarily to the asymmetrical economic shocks in the industry, and highest not be suitable for membership in the OCA. ഇപ്പോൾ ഇവിടെ കൺട്രീസ് തമ്മിൽ ഹൈ വോളിയമോ ട്രേഡ് ഉണ്ടാകുന്നു. അപ്പോൾ അതുവഴി ഒ സിയിലെ കോമൺ കറൻസിയുടെ അഡോപ്ഷനിൽ നിന്നും ഹൈ ഗെയിൻസ് ഉണ്ടാകുന്നു. അപ്പോൾ ഹൈ വോളിയമോ ട്രേഡ് സജസ്റ്റ് ചെയ്യുന്നത് ലാർജ് കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ എന്താണ്, കൺട്രീസ് തമ്മിലൊരു ഹോം മാർക്കറ്റ് എഫക്ട്സ് ഉണ്ടാകുന്നു. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് ലാർജ് ആണെങ്കിൽ കമ്പാരിറ്റീവ് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ ഹോം മാർക്കറ്റ് എഫക്റ്റീവ് ബിറ്റ്വീൻ ദിസ് കൺട്രി, ഹെവിലി സ്പെഷ്യലൈസ്ഡ് ചെയ്തിരിക്കുന്നത് ഇൻഡസ്ട്രി ബിറ്റ്വീൻ ദിസ് കൺട്രീസ് ആണ് അവിടെ ലീഡ് ചെയ്യുന്നത്. അപ്പോൾ ഇക്കണോമിക്സിൻ്റെ ഉള്ളിലുള്ള കൂടുതൽ ഡൈവേഴ്സിഫൈഡ് ആയിട്ട് പ്രൊഡക്ഷൻസിനും ലിമിറ്റഡ് സ്പെഷ്യലൈസേഷനും അല്ലെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബേഴ്സും അസമെട്രിക് ഇക്കണോമിക് ഷോക്സ് എന്ത് ചെയ്യുന്നു, കുറയ്ക്കുന്നു. ഇപ്പോൾ സർട്ടൻ ഗുഡ്സിൽ ചില ഗുഡ്സിലെ കൺട്രീസ് എന്ത് ചെയ്യുക, ഹെവിലി സ്പെഷ്യലൈസ്ഡ് ചെയ്യുന്നു. മറ്റുള്ള കൺട്രീസ് നോട്ട് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ വാനുറബിൾ ആയിട്ടുണ്ടാകുന്ന, അതായത് സ്വന്തമായിട്ടുള്ള അസിമെട്രിക് ഇക്കണോമിക് ഷോക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഒ സിയിലേക്ക് മെമ്പർഷിപ്പിന് വേണ്ടിയിട്ടായാലും ഇതെന്താണ്, സൂട്ടബിൾ അല്ല എന്നാണ് പറയുന്നത്, നോട്ട് ബി സൂട്ടബിൾ. And European debit crisis and the OCA. Optimal currency area through had its primary test with the introductions of the euro as a common currency across the European nation. Eurozone countries matched and some of the mundane criteria for successful monetary union and providing imbued for the introductions of the common currency. And while Eurozone has seen many benefit from the introductions of the euro, it has also experienced the problem like the Greek debit crisis. The long-term outcome of a monetary union under the theory of optimal currency area remain a subject of the debates. അത് ഒ സിയിലെ തിയറിക്ക് ഒരു പ്രൈമറി ടെസ്റ്റ് ഉണ്ട്, ഒരു കോമൺ കറൻസി ആയിട്ട് യൂറോ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ചില മുണ്ടൽ ക്രൈറ്റീരിയയുമായിട്ട് യൂറോസൺ കൺട്രീസ് മാച്ച്ഡ് ആണ്. എന്തിനാണ് എന്ന് വെച്ചാൽ മോണിറ്ററിയൽ യൂണിയൻ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എന്ത് ചെയ്യുന്നത്, മാച്ച്ഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കോമൺ കറൻസി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി കോമൺ കറൻസീസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംപ്യൂട്ടൻസ് എന്ത് ചെയ്യുന്നു, പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ യൂറോയിൽ നിന്ന് കുറേ ബെനിഫിറ്റ് യൂറോസോണ് കിട്ടുന്നുണ്ട്. ദ ഗ്രീക്ക് ബെനിഫിറ്റ് ക്രൈസിസ് പ്രോബ്ലം കൂടി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. The long-term outcome of a monetary union under the theory of optimal currency area meaning a subject of debates. അതായത് ഒ സിയുടെ തിയറിയുടെ കീഴിൽ വരുന്ന ലോങ് ടേം ഔട്ട്കം ഓഫ് മോണിറ്ററി യൂണിയൻ എന്ന് പറയുന്നത് സബ്ജക്റ്റ് ഓഫ് ഡിബേറ്റ് ആണ്. Subsequent to the raises of EMU and adoptions of the euro by participating European country in 2002, the European sovereign debit crisis in the wake of the Greek recessions in the cities as evident that the EMU did not fit in the criteria for successful OCA. അതായത് EMUയുടെ റേസും യൂറോപ്യൻ കൺട്രീസ് 2002 പാർട്ടിസിപ്പേറ്റ് ചെയ്തത് കൊണ്ട് യൂറോ അഡോപ്ഷൻ ചെയ്തതും ഗ്രേറ്റ് റിസീഷൻസ് യൂറോപ്യൻ സവേർജൻ ഡെബിറ്റ് ക്രൈസസ് ഉണ്ടായി. ഇതാണ് അവിടുത്തെ കാരണമായിട്ട് പറയുന്നത്. അതായത് EMUയുടെ റേസസും യൂറോപ്യൻ കൺട്രിയുടെ 2002 പാർട്ടിസിപ്പേറ്റ് ചെയ്തതുകൊണ്ട് യൂറോ അഡോപ്റ്റ് ചെയ്തതും ഗ്രീക്ക് എന്താണ് റിസീഷൻസ് ഓഫ് യൂറോപ്യൻ സവേർജൻ ഡെബിറ്റ് ക്രൈസസ് ഉണ്ടായി. ഈ ക്രൈസസിൻ്റെ എവിഡൻ്റ് ആണ് EMUയുടെയും OCയുടെയും സക്സസ്ഫുളിന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ അല്ല എന്നതിനുള്ള എവിഡൻ്റ് ആണിത്. അതായത് EMU OCയുടെ സക്സസ്ഫുളിനായിട്ടൊരു ക്രൈറ്റീരിയ അല്ല എന്നതിനുള്ള തെളിവാണ്, ഒരു എവിഡൻ്റ് ആണിത്. Critically argued that the EMU did not adequately provide for the greater economy and the growth pact induces and no bailout and clauses that specifically and restricted and physical transfer. However, in a practice, and this was abandoned early on in the sovereign debit crisis, as the Greece sovereign debit crisis continues to worsen, and that was discussion suggested that EMU must account for the risk sharing policy far more extensive than the current previously bailout system.
അതായത് ക്രിട്ടിക്കൽ ആർഗ്യൂ ചെയ്യുന്നത് EMU പ്രൊവൈഡ് ചെയ്ത് ഗ്രേറ്റ് ഇക്കണോമിക്ക് വേണ്ടിയിട്ടല്ല, ക്രോസ് ബോർഡർ റിസ്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫിസിക്കൽ ഇൻ്റഗ്രേഷൻ നെസസറിയും ഗ്രേറ്റ് ഇക്കണോമിക്ക് വേണ്ടിയിട്ട് EMU ഡിഡ് നോട്ട് ആഡിക്വേറ്റ്ലി പ്രൊവൈഡഡ്. അവിടെ എന്ത് ചെയ്യാണ്, EMU ഒരിക്കലും ആഡിക്വേറ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നില്ല. ടെക്നിക്കൽ യൂറോപ്യൻ സ്റ്റെബിലിറ്റി ആൻഡ് ഗ്രോത്തിൽ ഇന്നാഡിക്വേറ്റ് ചെയ്യുന്നത് നോ വയലറ്റ് ക്ലോസസ് ആണ്. ഇത് എന്താണ് സ്പെസിഫിക്കലി ഫിസിക്കൽ ട്രാൻസ്ഫർ ഇല്ലാതെ ആക്കുന്നു. ഫിസിക്കൽ ട്രാൻസ്ഫർ അവിടെ എന്താണ് ഇല്ലാതെ ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവേർജിയൻ ഡെബിറ്റ് ക്രൈസസിൽ ഈ ക്രൈസസ് അഡോപ്റ്റ് ചെയ്തതും അതേപോലെ തന്നെ സവേർജിയൻ ഡെബിറ്റ് ക്രൈസസ് വേഴ്സൺ ആയി തുടങ്ങി എന്നാണ് പറയുന്നത്. അപ്പോൾ കറൻസി പ്രൊവിഷൻസ് ബയലോട്ട് സിസ്റ്റവും അതായത് ഇവിടെ പറയുന്നത് റിസ്ക് ഷെയർ പോളിസിക്ക് വേണ്ടിയുള്ള EMI അക്കൗണ്ട് എടുക്കുന്നു. അത് ഡിസ്കഷനാണ് എന്തിൻ്റെ കറൻസി പ്രൊവൈഡിങ് ബയലേറ്റ് സിസ്റ്റത്തിനേക്കാളും കൂടുതൽ എക്സ്പെൻസീവ് ആയിരിക്കും റിസ്ക് ഷെയറിംഗ് പോളിസി എന്നാണ് പറയുന്നത്. ഇതാണ് ഒപ്റ്റിമൽ കറൻസി ഏരിയ. താങ്ക് യു.